بسم الله الرحمن الرحيم بسم الله الرحمن الرحيم باب فضل العلم ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൊട്ട് മുമ്പത്തെ രണ്ട് ബാബുകളിൽ ഒന്ന് ആലിമിൻ്റെയും മുതഅല്ലിമിൻ്റെയും ഫള് പറഞ്ഞു. അതിൻ്റെ ശേഷം ഇൽമ് ഇല്ലാതിരുന്നാലുള്ള നാശവും പറഞ്ഞു. അപ്പോൾ ഇൽമിനാലുള്ള ഗുണവും പറഞ്ഞു, ഇൽമിനാലുള്ള ദോഷവും പറഞ്ഞു. ലോക അവസാനം സംഭവിക്കുന്നത് ഇൽമ് ലോകത്തുനിന്ന് ഇല്ലാതെയാകുമ്പോഴാണ്. ലോകത്ത് ജനങ്ങൾക്ക് സന്തോഷകരമായ ജീവിതം ലഭിക്കുന്നത് അത് ഇൽമുണ്ടാവുമ്പോഴുമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇമാം ബുഖാരി എന്തുകൊണ്ടാണ് ഇൽമിനിക്ക് ഇത്രയും വലിയ മഹത്വമുണ്ടാവാനുള്ള കാരണം, ആ കാരണത്തിലേക്ക് വിശദീകരിക്കുക. അല്ലാതെ സംഭവമാണ്. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ സ്മരിക്കുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ മലായിക്കത്തുകളെ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ അജായിബുകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന പരിശുദ്ധ ഖുർആനും ഹദീസും അതിലുള്ള വിജ്ഞാനങ്ങളും ലോകത്ത് കൈകാര്യം ചെയ്യപ്പെടുന്ന കാലത്തോളം ഇവിടെ ഖിയാമത്ത് നാളില്ല. ജനങ്ങൾ നല്ല ക്ഷേമത്തിലും ഐശ്വര്യത്തിലുമായിരിക്കും, ലോകം സന്തോഷത്തിലായിരിക്കും. ഇൽമ് എത്രത്തോളം നീങ്ങിപ്പോകുന്നോ, എത്രത്തോളം ജഹ്ല് ലോകത്ത് പ്രചരിക്കുന്നോ, ദുഹൂറുൽ ജഹ്ല് സത്യമാണെന്ന് വാദിക്കുന്നൊരു കാലം വരിക, അനാചാരം നല്ലതാണെന്ന് വാദിക്കുന്ന കാലം, അനാചാരങ്ങൾ നിയമവിധേയമാക്കുന്ന കാലം. ഈ അനാചാരം നിയമവിധേയമാക്കുന്നത് അത് അനാചാരമാണെന്ന് അറിയാത്തത് കൊണ്ടാണ്. അത് നല്ലതാണെന്ന് ചിത്രീകരിക്കുകയാണ്. പല ചർച്ചകളിലും നമുക്കത് വ്യക്തമാകും. ജഹ്ല് അതിനു വേണ്ടിയിട്ട് വാദിക്കുന്നൊരു വിഭാഗം പുറപ്പെടുമ്പോൾ, അങ്ങനെ ജഹ്ലിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ വന്ന് ജഹ്ല് ലോകത്ത് മൂടും. ലോകം മുഴുവനും ജഹ്ലായി വരും. നന്മ മനസ്സിലാക്കുന്ന, നന്മ പറഞ്ഞു കൊടുക്കുന്ന, നന്മയാണെന്ന് പറയാൻ പറ്റുന്നൊരവസ്ഥ ഇല്ലാതിരിക്കുക. നന്മയെ സംബന്ധിച്ച് നന്മയാണെന്ന് പറഞ്ഞാൽ പോലും ഓൻ ആക്ഷേപിക്കപ്പെടും. ആ പറഞ്ഞവൻ കുറ്റക്കാരനാവും. ഓനെ ചിലപ്പോൾ ജയിലിൽ കൊണ്ടുപോയിടും. ഓനൊന്നും തിരിയാത്തവനാകും. എല്ലാം തിരിയുന്നവർ ഈ അനാചാരത്തിൻ്റെ അഹിലുകാരായി വരും. ഇങ്ങനെയുള്ള കാലം വരുന്നത് കൊണ്ട് അങ്ങനെയുള്ളൊരു കാലത്തേക്കാണ് ലോകം പോകുക. അപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക, ലോകാവസാനം ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള കാരണമെന്ത്? ഈ ബാബിൽ ഉദ്ദേശിക്കുന്നത് ബാബു ഫളിൽ ഇൽമി, ഇൽമ് എന്നത് തിരുശേഷിപ്പാണ് എന്ന് വിശദീകരിക്കുന്ന ബാബാകുന്നു. അവിടെ ഫളിനർത്ഥം ശേഷിപ്പ് എന്നാണ്. അപ്പോൾ ഇൽമാകുന്ന തിരുശേഷിപ്പ് അത് വിശദീകരിക്കുന്ന ബാബാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് വിഭാവനം ചെയ്ത, റസൂലുള്ളാഹി തങ്ങൾ പ്രചരിപ്പിച്ച, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ലോകത്ത് നയിച്ച ആ ഇൽമ്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പ്. ആ തിരുശേഷിപ്പ് ഉള്ള കാലത്തോളം ലോകത്തിലേക്ക് നന്മയുണ്ടാകും. അത് അല്ലാഹു തആല ഈ ലോകത്ത് പ്രചരിപ്പിച്ചതാണ്. അല്ലാഹു തആല ലോകത്തിൻ്റെ നായകൻ, ലോകത്തിൻ്റെ നാഥൻ, അത് വിശദീകരിച്ചു തന്നതാണ്. അതാണ് ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമുള്ളത്. അത് അമ്പിയാക്കളുടെ തിരുശേഷിപ്പുകളുമാണ്. അത് വിശദീകരിക്കുന്ന ബാബാണ്. ഇൽമ് എന്നാൽ അത് തിരുശേഷിപ്പാണ് എന്ന് വിശദീകരിക്കുന്ന ബാബാണ്. ബാബിന് ഇങ്ങനെ തന്നെ അർത്ഥം വെക്കണം. അല്ലാതെ അർത്ഥം വെച്ചാൽ തുടക്കത്തിൽ തന്നെ കിതാബുൽ ഇൽമി തുടക്കത്തിൽ എന്താ ബാബു ഫളുൽ ഇൽമി, ഒന്നാം ബാബ് അതല്ലേ. പിന്നെ രണ്ടാം ബാബ്, പിന്നെ ലാസ്റ്റ് ഇവിടെ വന്നിട്ട് 22ാമത്തെ ബാബെത്തുമ്പോഴും ബാബു ഫളുൽ ഇൽമ്. ആവർത്തനം അല്ലാണ്ട് കാര്യമുണ്ടല്ലോ. ആവർത്തനമല്ലേ ബാബു ഫളുൽ ഇൽമി, ബാബു ഫളുൽ ഇൽമി എന്ന് 2 പ്രാവശ്യം പറയല്ലേ. ഇവിടെ ആവർത്തനം അല്ല എന്ന് കണ്ടിട്ടില്ല.
അർത്ഥം വെക്കുന്നത് ശരിയല്ലെങ്കിൽ ഇൽമിൻ്റെ മഹത്വം എന്ന് അവിടെയും അതേ മഹത്വം ഇവിടെയും വായാൻ ചെയ്താൽ ആവർത്തനം തന്നെ പറയാം. അത് ആവർത്തനം അല്ലാതിരിക്കണമെങ്കിൽ രണ്ട് അർത്ഥത്തിന് ഉപയോഗിക്കേണ്ട വേണം. അങ്ങനെ തന്നെയാണ് മഹാന്മാരുടെ വിശദീകരിച്ചിട്ടുള്ളത്. ഫത്തുൽ ബാരി ഇത് വിശദീകരിക്കുന്നുണ്ട്. ബുഖാരിക്ക് ശറഅത്ത് ഇബ്നുൽ മുനീർ അതന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഫളീലത്ത് എന്നതിനുള്ള പ്രത്യേകത ഇവിടെ തിരുശേഷിപ്പ് എന്നാണ് അർത്ഥം വെക്കേണ്ടത് എന്ന്. ഇവിടെ ഐനി ഈ ഒരു അർത്ഥത്തെ വല്ലാതെ ചോദ്യം ചെയ്യുന്നുണ്ട്. കാര്യമില്ലാതെ കുറേ നീട്ടിപ്പരത്തി വിമർശിക്കുന്നുണ്ട്. അയാൾക്ക് എന്താണ് ഇവർ ഈ പറയുന്നത് എന്ന് മനസ്സിലാവാതെ, എന്താണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് അതിൻ്റെ അടുത്ത് കൂടെ പോലും പോവാതെ വെറും വിമർശനം. ആവർത്തനം അല്ല എന്നോട് കാര്യമുണ്ട്. ഒരേ അർത്ഥം വെച്ചാൽ ആവർത്തനം അല്ലാതെന്ന് പറയില്ല. എങ്ങനെ അല്ലോ ഞാൻ അതിൻ്റെ ഈ പാർച്ച വായിക്കുന്നില്ല, കാരണം അത്രയും മോശമാണ് അതിനിവിടെ സംസാരിച്ചിട്ടുള്ളത്. وبه قال الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رضي الله عنه حدثنا سعيد بن عفير قال حدثني الليث قال حدثني أقيل عن ابن شهاب عن حمزة بن عبد الله بن عمر أن ابن عمر رضي الله عنهما وعنهم قال سمعت رسول الله صلى الله عليه وسلم يقول بين أنا نائم أتيت بقدح لبن فشربت حتى إني لأرى الري يخرج في أظفاري ثم أعطيت فضلي عمر بن الخطاب رضي الله عنه قالوا فما أولته يا رسول الله قال العلم. ഈ ഹദീസിലെ റാവിമാർ 6 പേരുണ്ട്. സഈദ് ബിൻ ഉഫൈർ, അവരുടെ ഉസ്താദ് ലൈസ് ബിൻ സഅദ്, അവരുടെ ഉസ്താദ് ഉഖൈൽ ബിളമ്മിൽ ഐനി വഫത്ഹിൽ കാഫി വസുകൂനിൽ യാ ഉഖൈൽ ഇബ്നു ഖാലിദിൻ ഐലിയു. 4-മത്തത് മുഹമ്മദ് ബിൻ മുസ്ലിം ബിൻ ശിഹാബ് അസ്സുഹരി. 5 ഹംസത്ത് ബിൻ അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. 6-മത്തത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ട ഹദീസാണ് അത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഫാമിലി തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ 6 ആളെ സംബന്ധിച്ചും വിശദമായി ചെറിയ തോതിൽ മുമ്പ് നാം ചർച്ച ചെയ്തിട്ടുണ്ട്. ഖാല അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കേട്ടു. യഖൂലു റസൂലുള്ളാഹി തങ്ങൾ പറയുന്നതായിട്ട്, ബൈന അന നായിമുൻ, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന മധ്യേ, ഉതീതു എനിക്ക് കൊണ്ടുവരപ്പെട്ടു, ബി ഖദഹി ലബനിൻ ഒരു പാലിൻ്റെ ഒരു പാത്രവുമായി എനിക്ക് എൻ്റെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടു. ഫശരിബ്തു അങ്ങനെ ഞാൻ കുടിച്ചു. ഹത്താ ഇന്നി ലഅററിയ എത്രത്തോളം, ഹത്താ ഇന്നി തീർച്ചയായും ഞാൻ, ലഅറ തീർച്ചയായും ഞാൻ അനുഭവിച്ചറിഞ്ഞു, അർറിയ റിയിനെ ദാഹം തീർപ്പിനെ ഞാൻ അറിഞ്ഞു, ദാഹമില്ലായ്മയെ വയറ് നിറയലിനെ ഞാൻ അറിഞ്ഞു. യഖ്റുജു അത് പുറപ്പെടുന്നതായിട്ട്, ഫി അളുഫാരി എൻ്റെ നഖങ്ങളിൽ കൂടെ പുറത്തേക്ക് റിയ്യ് പുറപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടു, ഞാൻ അഭിപ്രായപ്പെട്ടു, ഞാൻ അറിഞ്ഞു. സുമ്മ അഅ്തൈതു പിന്നെ ഞാൻ നൽകി, ഫളി എൻ്റെ ശേഷിപ്പിനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഞാൻ നൽകി.
ഖാലൂ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചപ്പോൾ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും ചോദിച്ചു, ഫമാ അവ്വൽതഹു യാ റസൂലല്ലാഹ്, ഇതിനെ തങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? വൈന അനനായിമുൻ എന്ന തുടക്കം, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോണ്ടായ ഉറക്കത്തിലുണ്ടായ സംഭവമാണ്. സംഭവം ഉണ്ടായത് ഉറക്കത്തിൽ സംഭവിക്കുന്നത് പാല് കൊണ്ടുവരുന്നു, റസൂലുള്ളാഹി അത് കുടിക്കുന്നു, റസൂലുള്ളാഹിന്റെ നഖങ്ങളിൽ കൂടെ എല്ലാം ദാഹം തീർപ്പ് അനുഭവപ്പെടുന്നു. ദാഹം തീരൽ നഖത്തിനാണോ ഒക്കെ ചോദ്യം വരുന്നത് സ്വപ്നത്തിലുണ്ടാകുന്ന വിശദീകരണമാണ്. സ്വപ്നത്തിൽ പലതും സംഭവിക്കും, ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല, അതൊക്കെ വ്യാഖ്യാനം വേറെ വരുന്നുണ്ടല്ലോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നഖങ്ങളിൽ കൂടെ ദാഹം തീർപ്പ് അനുഭവപ്പെട്ടപ്പോൾ ദാഹം തീർന്ന് അങ്ങനെ പുറപ്പെടുന്നത് കണ്ടപ്പം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശേഷിപ്പ് വന്നു. ആ വന്ന തിരുശേഷിപ്പിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്ക് കൊടുത്തു. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഇതിനെ തങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? പാലിനെ പാലായിട്ട് തന്നെയാണോ? പാല് തങ്ങൾ വളർച്ച കുടിച്ചു, തങ്ങൾക്ക് ദാഹം നല്ലോണം തീർന്നു, പിന്നെ കുറച്ച് ബാക്കി അതപ്പോൾ അത് ഉമറത്താവിന് കൊടുത്തു അങ്ങനെ തന്നെയാണോ അതിൻ്റെ വ്യാഖ്യാനം? അതല്ല വേറെ വലിയ വ്യാഖ്യാനം ഉണ്ടോ? സ്വഹാബത്തിൻ്റെ ചോദ്യം അറിയാം. നേരെ അർത്ഥമാണെങ്കിൽ അവ്വൽത്തോ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. തഅബീർ എന്താണ്? സ്വപ്നം കണ്ടതിനേക്ക് അധികവും തഅബീർ ഉണ്ടാവും. നടന്നതുപോലെ തന്നെ കാണൽ വളരെ കുറവാണ്, അധികവും അതിക്ക് തഅബീറുകൾ ഉണ്ടാകും. ഇന്ന് ചില ആൾക്കാർക്ക് സ്വപ്നത്തിൽ കണ്ടത് പറയണം, കണ്ടത് ഓലെ മനസ്സിലെന്താ ഉള്ളത് അതെന്നെയാണ് കാണും, എനിക്ക് യാതൊരു തഅബീറും ഉണ്ടാവില്ല. അതിൻ്റെ തഅബീറിൻ്റെ കിതാബുകളോ തഅബീർ അറിയുന്നവരോ ചോദിച്ചൊക്കെയാണെങ്കിൽ വല്ല പണി തനി വിഡ്ഢിത്തരാകും, അതിൻ്റെ വ്യാഖ്യാനം വളരെ മോശപ്പെട്ടതാവുകയും ചെയ്യും. അത് തിരിയാതെ ഓരോരുത്തർ വലിയ ആളാന്ന് വരുത്താൻ വേണ്ടിയിട്ട് സ്വപ്നമാണ് പറയുന്നതാണ്. ആ സ്വപ്നത്തിനെ സംബന്ധിച്ച് സ്വപ്നം വ്യാഖ്യാനമാവണം എന്നുള്ള ചിന്താഗതി അറിയാതെയാണ്. പക്ഷെ സ്വഹാബത്തിനൊക്കെ അറിയാം സ്വപ്നത്തിൽ കണ്ടതിനൊരു തഅബീർ ഉണ്ടാകും. ആ തഅബീർ എന്താ? അത് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുന്നത്, തങ്ങളത് എങ്ങനെയാണ് നബിയെ തഅബീർ ചെയ്യുന്നത്? ഖാല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അൽ ഇൽമ, ഞാനത് വ്യാഖ്യാനിച്ചത് ഇൽമായിട്ടാണ്. എനിക്ക് ഇൽമ് എല്ലാ നിലക്കും പരിപൂർണമായ ഇൽമ് നൽകപ്പെട്ടിട്ടുണ്ട്. ഇൽമിൽ നിന്ന് എനിക്ക് ലഭിക്കാത്ത ഇൽമുകൾ ഇനി ലോകത്ത് വരാനിരിക്കുന്നില്ല. എല്ലാവിധ ഇൽമും പൂർണ്ണമായി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇൽമിൻ്റെ ഉടമ ഞാനാണ്. പിന്നെ ശേഷം വരാൻ പോകുന്ന ഇൽമുകളെല്ലാം എൻ്റെ തിരുശേഷിപ്പാണ്. ആ ശേഷിപ്പുകൾ ഞാൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു. അത് ഞാൻ സമൂഹത്തിന് വിതരണം ചെയ്യാൻ വേണ്ടി കൊടുത്തു. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച, മുസ്ലിമീങ്ങളെ ഏറ്റവും കൂടുതൽ അടക്കി ഭരിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവർ മുഖേനയാണ് ലോകത്തിലേക്ക് കാര്യമായ ഇൽമുകളെല്ലാം ലഭിച്ചിട്ടുള്ളത്. അവർക്ക് ഞാൻ കൊടുത്തു. കണ്ടോ, അപ്പം എന്ത് മനസ്സിലായി? ഇൽമ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പാണ്. നബി തങ്ങളെ തിരുശേഷിപ്പാണ് എന്ന് മനസ്സിലായി. അതിന് തന്നെയാണ് ഈ ബാബിട്ടത്. ആ തിരുശേഷിപ്പ് ലോകത്ത് നിലനിൽക്കുന്ന കാലത്തോളം ലോകത്തിനക്ക് നിലവാരമുണ്ട്, ലോകത്തിനക്ക് നിലനിൽപ്പുണ്ട്. ലോകത്ത് അല്ലാഹു തആലാന്റെ ദീൻ ലോകത്ത് നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലാഹുവിൻ്റെ ഭരണം ലോകത്തിൽ നിന്ന് ജനങ്ങൾ അംഗീകരിക്കാത്തൊരവസ്ഥയെത്തിപ്പെട്ടു കഴിഞ്ഞാൽ ആ ലോകത്തിൻ്റെ അവസാനവുമായി. പിന്നെ ലോകം നിലനിൽക്കുന്നതിനക്ക് അർത്ഥമില്ലല്ലോ. ലോകത്തിനെ പഠിച്ചതായ ഖാലിഖായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവൻ്റെ നിർദ്ദേശമനുസരിച്ച് അവൻ്റെ ഭൂമിയിൽ ജീവിക്കുന്ന ഒരാളുമില്ലാതെയായാൽ പിന്നെ ഈ ലോകം നിലനിർത്തുന്നതിന് അർത്ഥമില്ല. അവിടെയാണ് അതിൻ്റെ നാശം സംഭവിക്കുക.